2000-ലധികം വർഷം പാരമ്പര്യമുള്ള ഭാരതസഭയുടെ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ അഭിമാനമായി അൽഫോൻസാമ്മ ആഗോള സഭയിലെ വിശുദ്ധരുടെ പട്ടികയിൽ ഇടം നേടിയതിനു ശേഷം തലശ്ശേരി അതിരൂപതയിൽ, ഒരുപക്ഷെ ഭാരതസഭയിൽ തന്നെ വിശുദ്ധയുടെ നാമത്തിൽ ആദ്യമായി പണി പൂർത്തിയാക്കി ആശീർവദിച്ച ദേവാലയമാണ് മുളപ്ര സെന്റ് അൽഫോൻസ ദേവാലയം. ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന ചർച്ച് ഇടവക പരിധിയിൽപ്പെട്ട 120 കുടുംബങ്ങളും തിരുമേനി സെന്റ് ആന്റണീസ് ചർച്ച് ഇടവക പരിധിയിൽപ്പെട്ട 60 കുടുംബങ്ങളും സംയുക്തമായി കേവലം 53 ദിവസങ്ങൾ കൊണ്ട് പണിതുയർത്തിയ ഈ ദേവാലയത്തിൻ്റെയും ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ശ്രദ്ധേയമായ വളർച്ച പ്രാപിച്ച ഇടവകയുടെയും ചരിത്രം അത്ഭുതകരമായ ദൈവിക ഇടപെടലിൻ്റെയും ശക്തമായ കൂട്ടായ്മയുടെയും ചരിത്രമാണ്. മലയോര മേഖലയുടെ ആത്മീയ സാംസ്കാരിക സിരാകേന്ദ്രമായ ചെറുപുഴയുടെ സമീപ പ്രദേശങ്ങളായ മഞ്ഞക്കാട്, പ്രാപ്പോയിൽ ഭാഗത്തുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാനയിലും മറ്റ് തിരുക്കർമ്മങ്ങളിലും പങ്കെടുക്കുക തികച്ചും ദുഷ്കരമായ കാര്യമായിരുന്നു. ഞായറാഴ്ച ആചരണത്തിന് ഓരോ കുടുംബവും നല്ലൊരു തുക കണ്ടെത്തേണ്ടിയിരുന്നു. വിശ്വാസികളുടെ ശവസംസ്കാരത്തിനും ദൂരം കൂടുതലായതിനാൽ ചെലവേറിയതായിരുന്നു. ഈ പ്രദേശത്ത് ഒരു ദേവാലയം പണിയുക എന്ന സ്വപ്നം വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ വിശ്വാസികളുടെ മനസ്സിലുണ്ടായിരുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ശ്രമം രണ്ടു ഭാഗത്തുമുള്ളവർ സ്വന്തം നിലയ്ക്ക് നടത്തിക്കൊണ്ടിരുന്നു. മഞ്ഞക്കാട്, പ്രാപ്പോയിൽ പ്രദേശത്തെ വിശ്വാസികളുടെ ദീർഘകാലത്തെ സ്വപ്നങ്ങളും പ്രാർത്ഥനയും സാക്ഷാത്കരിച്ചുകൊണ്ട് 2009 ജൂൺ 4 തലശ്ശേരി അതിരൂപതയുടെ ഇടയൻ മാർ ജോർജ് വലിയമറ്റം പിതാവ് മുളപ്ര വിശുദ്ധ അൽഫോൻസ ദേവാലയത്തിന് തറക്കല്ലിട്ടു. മറ്റ് ഇടവകളിൽ നിന്നുമുള്ള ആളുകളുടെ സാമ്പത്തിക സഹകരണം കൂടി വന്നു ചേർന്നപ്പോൾ വിശുദ്ധ അൽഫോൻസാമ്മയുടെ മധ്യസ്ഥതയിലുള്ള വലിയൊരു അത്ഭുതമെന്ന നിലയിൽ 53 ദിവസങ്ങൾ കൊണ്ട് ദേവാലയ നിർമ്മാണം പൂർത്തീകരിക്കുകയും ജൂലൈ 27 അഭിവന്യ മാർ ജോർജ് വലിയമറ്റം പിതാവ് ദേവാലയത്തിൻ്റെ കൂദാശകർമ്മം നിർവഹിക്കുകയും ചെയ്തു. ആ വർഷം തന്നെ സൺഡേ സ്കൂൾ ആരംഭിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചതനുസരിച്ച് 2010 മെയ് മാസത്തിൽ ദേവാലയം ചെറുപുഴ ഫൊറോനയുടെ കീഴിലുള്ള സ്വതന്ത്ര കുരിശുപള്ളിയായി ഉയർത്തപ്പെടുകയും ചെയ്തു. ജനങ്ങളുടെ ആവേശപൂർവമായ സഹകരണം ദർശിച്ച എളക്കുന്നേലച്ചൻ മുളപ്രയെ സ്വതന്ത്ര ഇടവകയാക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി. 2011 മെയ് 16 അഭിവന്യ വലിയമറ്റം പിതാവ് പള്ളിമുറി വെഞ്ചിരിക്കുകയും മുളപ്ര വിശുദ്ധ അൽഫോൻസ ദേവാലയത്തെ സ്വതന്ത്ര ഇടവകയായി പ്രഖ്യാപിക്കുകയും മെയ് 21 പ്രഥമ വികാരിയായി ഫാദർ സേവ്യർ പുത്തൻപുരയ്ക്കൽ നിയമിക്കപ്പെടുകയും ചെയ്തു. ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ ഫൊറോനയിലെ നല്ലൊരു ഇടവകയായി മാറുവാൻ മുളപ്രയ്ക്ക് സാധിച്ചു എന്നത് ഈ പ്രദേശത്ത് മികച്ചു നിൽക്കുന്ന ദൈവകൃപയുടെ തെളിവാണ്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ നാമത്തിലുള്ള പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി ഈ ദേവാലയം മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.
വിശുദ്ധ അൽഫോൻസാമ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഏറ്റവും ആദ്യം വിശുദ്ധയുടെ നാമത്തിൽ പണിപൂർത്തിയാക്കി വെഞ്ചരിച്ച ദേവാലയമാണിത്. ഏറെ പ്രതീക്ഷകളോടുകൂടിയാണ് പ്രഥമ വികാരിയായി ഈ ദേവാലയത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്. കഴിഞ്ഞ 3 വർഷം വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥത്താൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇടവകയിൽ ചെയ്യുവാനായിട്ട് സാധിച്ചു. ഇടവക ജനത്തിൻ്റെ കൂട്ടായ സഹകരണം ഈ വർഷങ്ങളിൽ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഓരോ വർഷത്തെയും വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളുകൾ അനേകം ജനങ്ങളെ ഈ ആലയത്തിലേക്ക് ആകർഷിക്കുന്നതായിരുന്നു. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ അൽഫോൻസാമയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ ആലയത്തിൽ നിന്നും അനേകർക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ഈ ദേവാലയത്തിന് പുതിയ സ്ഥലം അതിനോട് ചേർന്ന് തന്നെ വാങ്ങുവാനും ചെറിയൊരു ഹാള് സൺഡേ സ്കൂളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി പണിയുവാനും അതോടൊപ്പം തന്നെ പ്രാപ്പോയിൽ ടൗണിൽ മനോഹരമായൊരു കുരിശുപള്ളി നിർമ്മിക്കുവാനും ഇടവക ജനത്തിൻ്റെ കൂട്ടായ പരിശ്രമത്തിലൂടെ സാധിച്ചു. ഈ ഇടവക സമൂഹം മറ്റ് ഇടവക സമൂഹ മാതൃകയായ രീതിയിൽ വളരെയധികം കൂട്ടായ്മയോടും സഹകരണത്തോടും കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. 11 വാർഡുകളടങ്ങിയ ഇപ്പോൾ 207 വീടുകളുള്ള ഈ ഇടവക സമൂഹം വളരെ തീക്ഷ്ണതയോടുകൂടെ അൽഫോൻസാമയുടെ മാധ്യസ്ഥത്തിൽ ആശ്രയിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. കുരിശുപള്ളിയുടെ നിർമ്മാണത്തിന് ശേഷം ഇപ്പോൾ എല്ലാ 2 ശനിയാഴ്ചകളിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഈ ദേവാലയത്തിൽ നിന്നും ജപമാല ചൊല്ലിക്കൊണ്ട് ഒരു മരിയൻ ജപമാല റാലി എല്ലാ 2 ശനിയാഴ്ചകളിലും കുരിശുപള്ളിയിലേക്ക് നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ മാസം ആരംഭിച്ചു കഴിഞ്ഞു. വളരെയധികം ആളുകളുടെ സഹകരണം അവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ടുള്ള പ്രത്യേകമായിട്ടുള്ള വിശുദ്ധ കുർബാനയും ആരാധനയും ജാഗരണ പ്രാർത്ഥനയും ഈ ആലയത്തിൽ നടത്തുന്നുണ്ട്. കൗൺസിലിങ്ങിലൂടെ അനേകർക്ക് ദൈവകൃപ കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അന്യ ഇടവകളിൽ നിന്നുകൂടി ധാരാളം ആളുകൾ ഇവിടെ ആദ്യ വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥനയ്ക്കായിട്ട് എത്തിച്ചേരുന്നുണ്ട്. വിശുദ്ധ അൽഫോൻസാമയുടെ ശക്തിയേറിയ മാധ്യസ്ഥം തെളിവാണ് ഇവയെല്ലാം. കഴിഞ്ഞ വർഷം ആദ്യമായി ഈ ഇടവകയ്ക്ക് ഒരു കോൺവെൻറ്റ് ലഭിക്കുകയുണ്ടായി. സെൻറ്റ് മർത്താസ് കോൺഗ്രിഗേഷൻ ഇടവക ജനത്തിൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഫലമായി 2 വർഷത്തോളമുള്ള പ്രാർത്ഥനയുടെ ഫലമായി അവർക്ക് സ്വന്തമായി ഒരു കോൺവെൻറ്റ് ഇവിടെ ലഭിക്കുകയുണ്ടായി. പരിശുദ്ധ അൽഫോൻസാമയുടെ ശക്തിയേറിയ മാധ്യസ്ഥം ഈ ഇടവക സമൂഹം നിരന്തരം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ 2008 മെയ് മാസത്തിലാണ് ചെറുപുഴയിൽ വികാരിയായിട്ട് വരിക. ഈ മുളപ്പുറ പള്ളിയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും തുടങ്ങണമെന്നുള്ള ഒരു പ്രചോദനമുണ്ടായത് നേരത്തെ തീരുമാനമെടുത്ത കാര്യങ്ങളൊന്നുമല്ല. മറിച്ച് 2008 മെയ് മാസം ഞാൻ വന്നു. ജൂലൈ മാസം മുതലുള്ള സമയത്ത് ഞാൻ വീട് സന്ദർശനം ആരംഭിച്ചു. വീട് സന്ദർശനത്തിന് എനിക്കൊരു കാര്യം മനസ്സിലായി. ചെറുപുഴ ഇടവക ഫൊറോനപ്പള്ളിയാണെങ്കിലും ചെറുപുഴ ഇടവക പലപ്പോഴും എത്തും പിടിയും കിട്ടാത്ത ഒരു സ്ഥലമായിട്ട് ഇടവകയായിട്ട് കിടക്കുന്നൊരു പ്രദേശമാണ്. ചെറുപുഴയുടെ ഇങ്ങേ ഭാഗമെന്ന് പറയുന്നത് ഈ പാറോത്തുനീരാണ്. ഈ ഇടവകയുടെ ഒരു വാർഡ് ആണ്. പാറോത്തുനീരിൽ നിന്ന് ഇടവകയുടെ അങ്ങേയറ്റത്തേക്ക് എത്താൻ 16 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. അപ്പോൾ തന്നെ ഇടവക്കാർ തമ്മിലുള്ള ബന്ധം വളരെ കുറവാണ്. പരസ്പരം അറിയുന്നവർ കുറവ്. ഞായറാഴ്ചകളിൽ പള്ളിയിൽ വെച്ച് കണ്ടു കേട്ടു പോകുന്നു എന്നുള്ളത് കവിഞ്ഞ് കാര്യമായ ബന്ധങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ 1990-കൾക്ക് ആ കാലഘട്ടത്തിൽ മുതലേ ഈ ഭാഗത്തുള്ളവർ ഒരു ദേവാലയം ഇവിടെ ഈ മഞ്ഞക്കാട് പ്രാപ്പോയിൽ പ്രദേശത്ത് ഉണ്ടാകണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിച്ച ഒരു സമൂഹമാണെന്ന് കൂടി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 2008 ഒക്ടോബർ മാസമൊക്കെ ആയപ്പോഴേക്കും അല്പം കൂടെയൊക്കെ ഒരു വ്യത്യസ്തമായൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. ആളുകൾക്ക് കൂടുതൽ ആവേശമായി. ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു. അവർ തന്നെ കടമായിട്ട് പലരിൽ നിന്നും പൈസയൊക്കെ എടുത്ത് ഇപ്പോൾ ഈ മുളപ്പുറ പള്ളി സ്ഥാപിതമായിരിക്കുന്നെങ്കിൽ പള്ളി ഇരിക്കുന്ന സ്ഥലം വാങ്ങാനുള്ള നിലപാടെടുത്തു. അഭിയന്യ പിതാവ് വലിയമറ്റം പിതാവ് ഇവിടെ വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ഈ അടുത്ത പ്രദേശത്ത്. അവിടെ വന്നപ്പോൾ പിതാവിനെ കൊണ്ട് ഞങ്ങൾ ജൂൺ മാസത്തിൻ്റെ ആദ്യം കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നത് 13-ാം തീയതിയാണെന്ന് തോന്നുന്നു. അന്ന് പിതാവിനെ കൊണ്ട് ഇവിടുത്തെ തറക്കല്ലിടിയിച്ചു. പിന്നെ ഇവിടെയുള്ള എല്ലാ മനുഷ്യരും കൂടെ ചേർന്നുള്ള പണിയായിരുന്നു. 53 ദിവസം കൊണ്ട് ഇതിൻ്റെ പണികളൊക്കെ പൂർത്തിയാക്കി.
ജൂലൈ 28 അൽഫോൻസാമ്മയുടെ തിരുനാൾ നടത്തുക. അപ്പോൾ ജൂലൈ 28 അവിടെ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അൽഫോൻസാമ്മയുടെ നാമധേയത്തിൽ ഈ ദേവാലയമാവുന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇവിടെ ചെറുപുഴ ഫൊറോനായിൽ വേറെ പള്ളികളൊന്നുമില്ല അൽഫോൻസാമ്മയുടെ നാമധേയത്തിൽ. മാത്രവുമല്ല, അൽഫോൻസാമ്മയെ വിശുദ്ധയാക്കി പ്രഖ്യാപിക്കുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി വരുന്ന കാലഘട്ടമാണ്. അതെല്ലാം കൂടെ വെച്ചുകൊണ്ട് എല്ലാവരും കൂടി ഏകകണ്ഠമായിട്ടിവിടെ അൽഫോൻസാമ്മയുടെ നാമധേയത്തിലായിരിക്കണം ഈ ദേവാലയമെന്ന് തീരുമാനിച്ചു. അൽഫോൻസാമ്മയുടെ ശക്തമായ ഇടപെടൽ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് ശക്തമായിട്ട് അനുഭവപ്പെട്ടിട്ടുമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത്രയും സൗകര്യപ്രദമായ മെയിൻ റോഡിനോട് ചേർന്നുള്ള ഈ സ്ഥലം കിട്ടുന്നതിൽ. സ്ഥലം കിട്ടുക മാത്രമല്ല, നേരത്തെ ഒരു കുരിശുപള്ളി പോലും ഇല്ലാതിരുന്നൊരു സ്ഥലത്ത് ഒരു ദേവാലയം, ഒരു ഇടവകയൊക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം ശക്തമായി അനുഭവപ്പെട്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങളൊക്കെ തുടങ്ങി. ജൂലൈ 28 തിരുനാളാണ്. അതിനു മുമ്പായിട്ട് തലേദിവസം തന്നെ ഞങ്ങൾ പള്ളിയുടെ വെഞ്ചരിപ്പ് നടത്തി. നിങ്ങളെക്കൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കൂ എന്ന് വരെ മറ്റു പലരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓർത്തു പോവുകയും അങ്ങനെ ആണ് ഈ ദേവാലയത്തിൻ്റെ തുടക്കം. എല്ലാവരും കൂടി സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കമുള്ള എല്ലാവരും, ഈ നാട്ടിലുള്ള എല്ലാ മേസ്ത്രിമാരും, പ്രത്യേകിച്ച് തേപ്പറിയാവുന്നവർ, കെട്ടറിയാവുന്നവർ ഒക്കെ വന്ന് പണിയെടുത്തു. അതുപോലെ തന്നെ വലിയ മഴക്കാലമായിരുന്നെങ്കിലും വളരെ ശക്തമായിട്ടുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് വേറെ അനുകൂലമായിട്ട് വന്നു. പിന്നെ അടിവെച്ചുള്ള പണികൾ മുന്നോട്ട് പോക്കായിരുന്നു. കടമൊക്കെ വീട്ടാനുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ മുറിയുടെ പണിയൊക്കെ തീർത്ത് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു അച്ഛനെ കെട്ടണമെന്നുള്ളത് വലിയൊരു ആവശ്യമായിരുന്നു. കാരണം ചെറുപുഴയ്ക്കും തിരുമേനിക്കും ഇടയ്ക്ക് സീറോ മലബാർ രൂപതയുടെ വേറൊരു പള്ളി ഇവിടെ ഇല്ല. മഞ്ഞക്കാട് ഒരു കുരിശുപള്ളിയുണ്ട്. ചുണ്ണാമക്കയിൽ നിന്ന് അച്ഛൻ വന്ന് കുർബാന ചെല്ലും ഞായറാഴ്ച ദിവസങ്ങളിൽ. ബാക്കിയുള്ള ഒരു സാഹചര്യമില്ല. കുട്ടികളുടെ വേദവശത്തിന് സൗകര്യമില്ല. ഇതെല്ലാം കൂടെ പരിഗണിച്ച് എത്രയും പെട്ടെന്ന് അച്ഛനെ ലഭിക്കുന്നതിന് വേണ്ടി വളരെ കഠിനാധ്വാനം ചെയ്തു. വേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. ഏതായാലും പിറ്റേ വർഷം തന്നെ ഈ ഇടവകയെ, ഈ കുരിശുപള്ളി, ഇവിടുത്തെ പള്ളിയെ ചെറുപുഴയിൽ നിന്നാണ് നടത്തിക്കൊണ്ടിരുന്നത്. എങ്കിലും എത്രയും പെട്ടെന്നൊരു ഇടവകയാക്കി മാറ്റി. ബഹുമാനപ്പെട്ട പുത്തമ്പര സേവരച്ചൻ ആദ്യത്തെ വികാരിയായിട്ട് വരികയും ചെയ്തു. അങ്ങനെ ഭംഗിയായിട്ട് പോയി. പിന്നെ എല്ലാ വർഷവും വളരെ ഭംഗിയായിട്ട് തുടങ്ങിയ വർഷം തന്നെ ആഘോഷമായിട്ട് തിരുനാളും നൊവേനയും ഒക്കെ എല്ലാവരുടെയും കൂടെ താല്പര്യത്തോടെ എല്ലാവരും മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി സഹകരിച്ച് തിരുനാളൊക്കെ തുടങ്ങി. ഇപ്പോഴും അതിനേക്കാളൊക്കെ എത്രയോ മെച്ചമായിട്ട്, എത്രയോ ആഘോഷമായിട്ട്, അതേസമയം ഭക്തി പരസ്പരം. കാരണം തിരുനാളിൻ്റെ സാധാരണയുള്ള ശൈലിയിലല്ലല്ലോ ഇവിടുത്തെ തിരുനാൾ. നല്ല മഴക്കാലമാണ്, വാദ്യമേളങ്ങളുടെ ഒന്നുമല്ല വിഷയം. അല്ലാതെ ഭക്തി സാന്ദ്രമായ രീതിയിൽ വളരെ മനോഹരമായിട്ട് തിരുനാൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് വളരെ നല്ല പുരോഗതിയാണിപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിൽ ഈ ഇടവക സമൂഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക. അമല മനോഹരി അംബികേ നാഥേ അടിയങ്ങൾ നിൻചാരേ അനുഗ്രഹത്തായേ നിൻവരം ഭൂമിയിൽ ലഭിക്കാത്തവരുണ്ടോ? ഈ ഭൂമിയിൽ ലഭിക്കാത്തവരുണ്ടോ? അമല മനോഹരി അംബികേ നാഥേ അടിയങ്ങൾ നിൻചാരേ അനുഗ്രഹത്തായേ നിൻവരം ഭൂമിയിൽ ലഭിക്കാത്തവരുണ്ടോ? ഈ ഭൂമിയിൽ ലഭിക്കാത്തവരുണ്ടോ?
മനുജകുലത്തിൻ മാതൃക നീ, യേശുവിനമ്മയായി മധ്യസ്ഥയായി. മനുജകുലത്തിൻ മാതൃക നീ, യേശുവിനമ്മയായി മധ്യസ്ഥയായി. ഇരുളിൽ അലയും ഏഴകൾ ഞങ്ങൾക്ക് കാവൽ വിളക്കായി നീ, എന്നും കാവൽ വിളക്കായി നീ. രീ രീ സനി സരി രീ സനി സരി മരി മസരി നി സരി. నిసరి మారిని నిరిసని ప మపని సాని ప మని బమరే. రే మసరి నిసరి నీ సపని మపని నిసరి మపని సరి మపని నిస సరి మరి సరి మట్టి సరి మరి సారి నిస పని సన్ని మపని పామారి సరి నిస సరి మపాని సరి మపాని సరి మపాని సరి. అమల മനോഹരി അംബികേ നാഥേ അടിയങ്ങൾ നിൻചാരേ. അനുഗ്രഹത്തായി നിൻവരം ഭൂമിയിൽ ലഭിക്കാത്തവരുണ്ടോ, ഈ ഭൂമിയിൽ ലഭിക്കാത്തവരുണ്ടോ. Jonno taka dim itaka jonno ta dim kenna ton tam dim ta dim tarikada ton ta dim tarikada ton tam dim tankada tak tarikada ton tankada tak tarikada ton tankada tak tarikada ton tam. Tam ta taka dim itaka jonno taka dim ta dim ta dim ta dim kenna ton tam. Tatim, tatatim, tatatim, tatakatin, natam, takitatam, kitatam, tatam. Tatim, takitatatim, tarikkanatatam. Dim, takitatakitatakitatakitatam. Takatin, natam. Takatin, takitatam. Takatam, dinatam, takatim, takajon, takatim, takajon, takatim, takajon, tatim, tatikinapun, tatim, tikatim, tatikatim, tatikinapun, 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 tatim, kitatim, takitatim, tatim, tarikinapun, tatim, tarikinapun, tatim, tarikinapun, tatim, kitatim, takitatim, kidatikitarikinapun, kidatikitarikinapun, kidatikitarikinapun. വിണ്ണിൻ താരമേ വിരിയും മലരേ നീ, മുഴുവനുമഴകല്ലോ പ്രഭയല്ലോ. വിണ്ണിൻ താരമേ വിരിയും മലരേ നീ, മുഴുവനുമഴകല്ലോ പ്രഭയല്ലോ. അഴകിൻ നാഥന് ജന്മം നൽകിയ കന്യാമണി മകുടം നീ, കന്യാമണി മകുടം. രീ രീ സനി സരി രീ സനി സരി മരി മസരി നി സരി. നിസരി മാരിനി നിരി സനി പ മപനി സാനി പ മനി ബമരേ. సరి నిసరి నీ సపని మపని నిసరి మపని సరి మపని నిస సరి మరి సరి మట్టి సరి మరి సారి నిస పని సన్ని మపని పామారి సరి నిస సరి మపాని సరి మపాని సరి మపాని. అమల മനോഹരി അംബികേ നാഥേ അടിയങ്ങൾ നിൻചാരേ. അനുഗ്രഹ
അറിയാത്തവരുണ്ടോ?